ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ചില കോമൺ എലമെന്റുകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. നായകന്റെ ഹെവി ഡയലോഗ് അടി, പഴഞ്ചൻ ശൈലിയിലുള്ള ചില വില്ലന്മാർ, പിന്നെ എന്തിനെങ്കിലും എതിരെ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പോരാടുന്നത് പോലത്തെ ചില എലമെന്റുകൾ. അദ്ദേഹത്തിന്റെ സിനിമകളായിട്ടുള്ള ജനഗണമന, ക്വീൻ എന്നിവ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയും പുള്ളിയുടെ സ്ഥിരം തിരക്കഥാകൃത്തുമായ ഷാരിസ് മുഹമ്മദും ഒക്കെ ഏത് വിധേനയും കയ്യടി വാങ്ങി കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഡയലോഗുകളും സിറ്റുവേഷനുകളും ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പള്ളിച്ചട്ടമ്പിയിൽ ഡിജോ ഷാരിസ് മുഹമ്മദിൽ നിന്ന് മാറി സുരേഷ് ബാബുവുമായിട്ടാണ് കൊളാബറേഷൻ നടത്തുന്നത്. കഥയുടെ പശ്ചാത്തലമൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ പഴയ സിനിമകളുടെ അതേ ലൗഡ് പാക്കേജിങ് ഇവിടെയും കാണാൻ സാധിക്കും. ഊഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഡ്രാമയിലേക്ക് ഇന്ന് പാൻ ഇന്ത്യൻ സിനിമകളിൽ ചെലവാകുന്ന തരം മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേകിച്ച് ആവേശമൊന്നും സൃഷ്ടിക്കാത്തൊരു പടമാണ് പള്ളിച്ചട്ടമ്പി. 1958 പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. കാണിയാർ എന്ന ഗ്രാമത്തിലെ പള്ളി വികാരി അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നയങ്ങൾ സഭയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ വളർന്നു വരുന്നത് ഒരു ഭീഷണിയായിട്ട് സഭ കരുതി. അങ്ങനെ അവർക്കെതിരെ ഒരു പ്രൊട്ടക്ടർ, ഒരു ക്രിസ്റ്റഫർ അവർക്ക് വേണം എന്ന് എല്ലാവരും കൂടെ തീരുമാനമെടുക്കുകയും അങ്ങനെ ഒരു പള്ളിച്ചട്ടമ്പിയെ അവർ ആ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അയാളുടെ വരവിന് ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ജനഗണമന എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു ഡിജോ ജോസ് ആന്റണി ഒരു കോളേജ് അധ്യാപകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികളോട് സർക്കാരിനെതിരെ ഒരു സമരത്തിൽ പോയി ഭാഗമാകാൻ അയാൾ ആഹ്വാനമൊക്കെ ചെയ്യുന്നുണ്ട്. ഒട്ടും സട്ടിലല്ലാത്ത ആ ഒരു സീൻ നിങ്ങൾക്ക് രോമാഞ്ചമൊക്കെ സൃഷ്ടിച്ച ഒരു സീനാണെങ്കിൽ ഒരുപക്ഷെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമ കാണുമ്പോൾ അതൊരു സദുദ്ദേശപരമായ സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ സിനിമയ്ക്ക് ദുരുദ്ദേശമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഇന്നത്തെ തലമുറയിലുള്ള പലരും കാര്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത വിമോചന സമരത്തിലേക്ക് ഒരു മുഖ്യധാര സിനിമ സ്പോട്ട്ലൈറ്റ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അഭിനന്ദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കഥ പറച്ചിലിന്റെ രീതിയിലാണ് ഇവിടെ കുഴപ്പം. ഷിക്കാർ, കനൽ, ഒരുത്തി മുതലായ സിനിമകൾ ഇതിനു മുന്നേ എഴുതിയിട്ടുള്ള ശ്രീ സുരേഷ് ബാബുവിന്റെ കയ്യിലുള്ള തിരക്കഥയിൽ അനാവശ്യമായിട്ട് കഥാപാത്രങ്ങളെ കുത്തിക്കയറ്റി എന്നൊന്നും നമുക്ക് തോന്നില്ല. എല്ലാ കഥാപാത്രങ്ങളെയും ആ പ്ലോട്ടുമായിട്ട് ചേർത്ത് നിർത്തുന്ന എന്തെങ്കിലും ഒരു പ്രധാന ഘടകം തിരക്കഥയിലുണ്ട്. പക്ഷെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് സീനുകൾക്ക് എഴുത്തിലൂടെ കൊടുക്കുന്നത്. ഡയലോഗുകളിലൂടെ ഇൻഫർമേഷനുകൾ പാസ് ചെയ്യുന്നത് വളരെ ഒബ്വിയസ് ആണ്. സിനിമ എത്രത്തോളം കമേഴ്ഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നതിൽ ഡിജോ ജോസ് ആന്റണിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യ പകുതിയിൽ റൊമാൻസിനും ചില്ലറ കോമഡിക്കും ഒക്കെ കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ചട്ടമ്പിയും ശിഷ്യന്മാരും തമ്മിലുള്ള ചെറിയൊരു അയ്യോ അച്ഛാ പോകല്ലേ പരിപാടി വരുമ്പോൾ ഇമോഷണലി നമുക്ക് ആ സീനുമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുകയില്ല. പടത്തിന്റെ അവസാനത്തേക്ക് വിമോചന സമരത്തിന്റെ അവഞ്ചേഴ്സ് അസംബിൾ ആക്കാനൊക്കെയാണ് ഡിജോയുടെ ആഗ്രഹം. എന്നാൽ പുള്ളിയുടെ അവഞ്ചേഴ്സ് ആരാണെന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പുള്ളി മറന്നുപോയിട്ടുണ്ട്. അവസാന നിമിഷം നാടകീയമായ ഡയലോഗുകൾ വെച്ച് ഇവരെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ സാമാന്യം ക്രിഞ്ചാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കാരണം സിനിമയ്ക്ക് ആദ്യം സെൻസർ നിഷേധിച്ചിരുന്നു. അതിന് കാരണം പടത്തിന് ഇടതുപക്ഷ ചായ്വ് പ്രകടമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു കലാസൃഷ്ടിക്ക് ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടാകുന്നത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അതൊരുമാതിരി സോപ്പിടൽ ലെവലിലേക്ക് പോകുമ്പോഴാണ് ക്രാഫ്റ്റ് അതിൽ നിന്ന് അകന്നു പോകുന്നത്. ഇവിടെ തിരക്കഥ ഇടതിനെ മാത്രമല്ല ഏറെക്കുറെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വരികൾക്ക് ഇടയിലൂടെ വായിക്കുകയൊന്നും വേണ്ട, ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി കോൺഗ്രസ്സുകാർക്ക് പടം കാണുമ്പോൾ ഇത്തിരി വിഷമം വരുമോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അവരുടെ പുതുപ്പള്ളിയിലെ ജനപ്രിയ നേതാവിന് ഡിജോ ഒരു മാസ് പരിവേഷം കൊടുത്തിട്ടുണ്ട്. ഡിജോയുടെ സംവിധാനത്തിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ മേൽപ്പറഞ്ഞ സീനൊക്കെ പുള്ളി എടുത്തു വെച്ചിട്ടുള്ളത് വളരെ ഫ്രഷ് ആണ് എന്നൊരു ചിന്ത പുള്ളിക്കുണ്ട് എന്നതാണ്. ഇതേ ലെവലിൽ എടുത്തു വെച്ചിട്ടുള്ള സീനുകൾ വേറെയും ഈ സിനിമയിലുണ്ട്. ജെയ്ക്സ് ബിജോയ് ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ രസകരമാണ്. കാട്ടുചെമ്പകം ഓൾറെഡി ട്രെൻഡിംഗ് ആണ്. ഇതിലെ ക്ലൈമാക്സ് ഫൈറ്റിന്റെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ള ട്രാക്ക് സാമാന്യം ഇംപ്രസീവ് ആയിരുന്നു. ഫൈറ്റ് സീക്വൻസുകളിൽ കയറൊക്കെ പൊക്കി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അപാകതകൾ പൊതുവെ ഒളിപ്പിക്കാൻ സിനിമാറ്റോഗ്രാഫിക്കും എഡിറ്റിങ്ങിനും സാധിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു കാര്യത്തിൽ പാളിച്ച ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ക്ലൈമാക്സിൽ വില്ലനും നായകനും തമ്മിലുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ളത് നമ്മൾ മേട്രിക്സിലൊക്കെ കണ്ടിട്ടുള്ള മോഷൻ ഫ്രീസിംഗ് പോലത്തെ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ടാണ്. അതിലെ ഇമേജുകൾ ഡിസ്റ്റോർട്ട് ആകുന്നതിന്റെ ഒരു ലെവൽ നോക്കുമ്പോൾ സംഭവം AI ഉപയോഗിച്ച് ചെയ്തതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ടൊവിനോ തോമസ് ഇതിനു മുന്നേ അവതരിപ്പിച്ചിട്ടുള്ള ഒരുപിടി കഥാപാത്രങ്ങളുടെ ഒരു കൊളാഷ് പോലെയുള്ള ഒരു ക്യാരക്ടറാണ് പള്ളിച്ചട്ടമ്പിയിലെ ഹീറോ കഥാപാത്രം. വിശ്വസനീയമായ ഒരു ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ ടൊവിനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ക്യാരക്ടർ ഡോമിനേറ്റ് ചെയ്യുന്ന സീനുകളിൽ ടൊവിനോയുടെ പ്രകടനം മികച്ചതാണ്. എന്നാൽ ആദ്യ പകുതിയിൽ പല സ്ഥലത്തും ആ ക്യാരക്ടറിനെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കുന്നത് വിചാരിച്ച രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ ടൊവിനോയ്ക്ക് സാധിക്കുന്നില്ല. താരതമ്യേന കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ കഥയിൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിട്ടുള്ള KPSC റബേക്ക എന്ന ക്യാരക്ടറിനെയാണ് കയാത്തു ലോഹാർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡബ്ബിംഗ് അത്ര സുഖകരമായിരുന്നില്ല. എന്നിരുന്നാലും കാണാനൊരു ഗ്രേസ് ഉണ്ടാകുക എന്നതാണ് ഈ ക്യാരക്ടറിന്റെ പ്രൈമറി റിക്വയർമെന്റ്. അത് കയാതു ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. തെലുങ്ക് ആക്ടറായിട്ടുള്ള ശത്രുവാണ് ഇതിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. കണ്ടാൽ ആർക്കും പേടി തോന്നുന്ന രീതിയിലാണ് പുള്ളിയെ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും അങ്ങേരെ കൊണ്ട് കടിച്ചാൽ പൊട്ടാത്ത മലയാളം പറയിപ്പിച്ചത് ചില
സ്ഥലത്തൊക്കെ കോമഡി ആകുന്നുണ്ട്. ടി.ജി. രവി, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ് എന്നിങ്ങനെ നിരവധി ആളുകൾ ഈ സിനിമയിൽ കാസ്റ്റിംഗിൽ വരുന്നുണ്ട്. ഇവരൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയോ സിനിമയിൽ നമ്മൾ കണ്ടു മറന്നതുപോലത്തെ ക്യാരക്ടറുകളാണ്. ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു അതിഥി വേഷം ഈ സിനിമയിലുണ്ട്. ആ ക്യാരക്ടറിന്റെ പൊസിഷനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴേക്കും പടത്തിന് മൊത്തത്തിലുള്ള ഒരു തണുപ്പൻ മൂഡ് മാറ്റിയെടുക്കാൻ വേണ്ടി സൃഷ്ടിച്ചതുപോലത്തെ ഒരു ഫീലാണ് ആ ക്യാരക്ടറിനെ കാണുമ്പോൾ കിട്ടുന്നത്. കഥാപാത്രങ്ങളെ കഥയിലേക്ക് നൈസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിരക്കഥ പള്ളിച്ചട്ടമ്പിക്കുണ്ട്. പക്ഷേ കണ്ടുമടുത്ത തിയേറ്ററിക്കൽ ഫോർമുലയിലേക്ക് പോകാനാണ് നിർഭാഗ്യവശാൽ പടത്തിന് താല്പര്യം. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പ്രാധാന്യം കൊടുക്കേണ്ട സീനുകൾക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ലഭിക്കുന്നില്ല. മൗണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള സ്കെയിലിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തൊരു സിനിമയാണ് ആകെ മൊത്തത്തിൽ ഡിജോ ജോസ് ആന്റണിയുടെ പള്ളിച്ചട്ടമ്പി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.